കല്യാണി, ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വലിയ ബാലികറ മലയൊന്നുമല്ല. നമ്മുടെ മലയാളം പോലെ തന്നെ വേറൊരു നാടിന്റെ വേറൊരു ഭാഷ, അത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് സംസാരിക്കുന്നവൻ ഏതോ വലിയവനാണെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അത് വെറും വെറുതെ. പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ നീ എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നീ അത് നല്ലതുപോലെ ശ്രദ്ധിച്ചു കേട്ട് സായിപ്പന്മാരുടെ മുന്നിൽ പറഞ്ഞാ മതി. അയ്യോ, എനിക്ക് പേടിയാ വല്ലുഞ്ഞെ. ഇപ്പൊ തന്നെ എന്റെ കൈയും കാലും ഒക്കെ വിറക്കിയ, തൊണ്ടയൊക്കെ വരളുന്നുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ ചെന്ന് അയ്യോ എന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്നു തോന്നണില്ല. എന്റെ പൊന്ന് കല്യാണി, ബ്രോ ഇപ്പൊ പറഞ്ഞില്ലേ സായിപ്പന്മാരെ ആകാശത്തുനിന്ന് പൊട്ടി വീണമെന്നല്ല. നമ്മളെ പോലെ തന്നെ വെറും മനുഷ്യരവര്. അവരുടെ ഭാഷ അതുപോലെ തന്നെ അവർ സംസാരിക്കുമെങ്കിൽ നിനക്കും പറ്റും അതൊക്കെ. അതെ, അന്ന് ബ്രാൻഡ് അംബാസിഡർ മത്സരത്തിലും അന്ന് നീ ഇതുപോലെ തന്നെ പോയത്. പക്ഷെ അവസാനം എന്തായി? കിരീടം നിന്റെ തലയിലല്ലേ അമ്മ വെച്ചെന്ന്. ഇതും അത്രേ ഉള്ളൂ. നിനക്ക് പറ്റും കല്യാണി, ധൈര്യമായിട്ടിരിക്കും. അത്യാവശ്യമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ലഘു പ്രസംഗം ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞുതരാം. അത് നീ മലയാളത്തിൽ എഴുതി കാണാതെ പഠിച്ച് പറഞ്ഞാൽ മതി. വെറും കാണാപ്പാടം. അപ്പൊ എളുപ്പമായില്ലേ? എന്തു പറയുന്നു? എന്ത് പറയാൻ, ഒരു ടെൻഷനും വേണ്ട കല്യാണി. ഞങ്ങളില്ലേ നിന്റെ കൂടെ. ഇനി അഥവാ എന്തേലും പറ്റിയാലും അത് തിരുത്തി പറയാൻ ബ്രോ ഉണ്ടല്ലോ കൂടെ. നീ ഒന്ന് മനസ്സിരുത്തി കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. സാക്ഷാൽ സരസ്വതി ദേവി വരും നിന്റെ നാവിൻ മുമ്പിൽ. കൊള്ളം. പറന്നു പോകുന്ന വയ്യാവേലിയെ ഏണി വെച്ച് പിടിക്കുന്ന പണിയാ ഇപ്പൊ ഏട്ടനും അനിയനും. ഇവള് സംസാരിക്കുന്നതെന്ന് കേട്ടാ മതി എനിക്ക്, അതും സായിപ്പന്മാരുടെ മുമ്പില്. ഇത് സംഗതി കല്യാണി, ഒരൊറ്റ കാര്യം. ഞാൻ എങ്ങനെ പറയുന്നു, വാക്കുകൾ എങ്ങനെ ഉച്ചരിക്കുന്നു, അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ അതങ്ങോട്ട് സ്വയം പറയുക. കഴിഞ്ഞു കാര്യം. അത്രേ ഉള്ളൂ. ബ്രോ വായനക്കുന്ന എങ്ങനെയെന്ന് ആദ്യം ശരിയായി നോക്കി പഠിക്കും. ചേച്ചി, ചേച്ചിക്ക് പറ്റും.